സ്വന്തമായി തലചായ്ക്കാൻ ഒരു വീടെന്നത് നമ്മളിൽ പലർക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എന്നാൽ ആ സ്വപ്നം പൂവണിയാൻ ഇടുക്കി നെടുങ്കണ്ടം ഉപ്പകണ്ടം സ്വദേശിനി വിജയമ്മ സദാനന്ദന് സംസ്ഥാന സർക്കാർ കനിയണം. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് ലഭിച്ചെങ്കിലും അതിനുവേണ്ട പകുതി പണം 2 വർഷം പിന്നിട്ടിട്ടും ലഭിച്ചിട്ടില്ല. അത് ഈ സർക്കാരിന്റെ കുറ്റമല്ല, പോയ സർക്കാരിൻ്റെത്. എന്നാൽ ഇപ്പോഴും ഒരു മാറ്റവുമില്ല. 10 വാടക വീടുകളിൽ അഭയം തേടി വിജയമ്മ ഒടുവിൽ പണം കടം വാങ്ങി വാർപ്പ് വരെ നടത്തി. മെഴുകുതിരി വെളിച്ചത്തിൽ അന്തിയുറങ്ങുന്ന വിജയമ്മ വിശപ്പകറ്റുന്നത് സുമനസ്സുകളുടെ സഹായത്താലാണ്. ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കാണും. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നെടുങ്കണ്ടം ഉപ്പുകണ്ടം സ്വദേശി വിജയമ്മയ്ക്ക് ലഭിച്ച വീടാണ് ഈ കാണുന്നത്. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിഹിതം ലഭിക്കാതെ വന്നതോടുകൂടി വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ പാതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. വിജയമ്മ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണോ ഇതിൻ്റെ അകത്ത് താമസിക്കാൻ? വേറെ കിടക്കാട ഇല്ലല്ലോ. കഞ്ഞി വയ്ക്കാനോ വെള്ളം തിളപ്പിക്കാനോ പറ്റില്ല, വെളിയില്ല കത്തിക്കുന്നു. രാത്രിയൊക്കെ മഴ പെയ്താലൊക്കെ തണുപ്പാ, ഭയങ്കര തണുപ്പാ. വെളിച്ചമുണ്ടോ? ഇല്ല, മെഴുകുതിരിയേ ഉള്ളൂ. മെഴുകുതിരി വാങ്ങിച്ചു വെക്കും, പിന്നെ ആ മെഴുകുതിരി കത്തിച്ചു വെക്കും. ഉറക്കം വരുമ്പോഴത്തേനും അത് അണച്ചു വെക്കും. 4 ലക്ഷം രൂപയാണ് ആകെ കിട്ടാനുള്ളത്. ബാക്കി പൈസയ്ക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ എത്തുമ്പോൾ എന്താ അവർ പറയുന്നത്? ഇലക്ഷൻ നടന്നതുകൊണ്ട് അടുത്ത മാസം തരാമെന്ന് പറഞ്ഞു. ബ്ലോക്കിലാണ് ഇത്. ഒത്തിരി കടം വാങ്ങിച്ചിട്ടാ. ഇത് എനിക്കൊരു കൂലിപ്പണിക്കൊന്നും പോകാൻ കഴിയത്തില്ല. BP കൂടും, കൊളസ്ട്രോൾ കൂടും, റിൻ ബാലൻസ് തെറ്റി മറിഞ്ഞു വീണ് കൈയൊക്കെ ഒടിഞ്ഞ് അങ്ങനെ വളരെ കഷ്ടപ്പാടാണ്. നാട്ടുകാരുടെ സഹായം കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. നാട്ടുകാരൊക്കെ നല്ല സ്നേഹമുണ്ട്, സഹകരിക്കുകയും ചെയ്യും. അതിനിടയിൽ ഈ വീട് കെട്ടാൻ വേണ്ടി വാങ്ങിച്ചിരുന്ന മിറ്റിലും സാധനങ്ങളൊക്കെ കളവ് പോയോ? കളവ് പോയി. മെറ്റില്, പാറപ്പൊടി, പിന്നെ ഈ പലക, പിന്നെ 3.5 കിലോ ആണി വേണമെന്ന് പറഞ്ഞ് ഈ ബെൽറ്റ് വാർക്കാൻ. ഒന്നുമില്ല ഇവിടെ ഇപ്പം. എന്താ അമ്മയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്? സർക്കാരിനോട് എന്താ ആവശ്യപ്പെടാനുള്ളത്? എനിക്ക് ആ പൈസ അങ്ങ് കിട്ടണം, വീട് പൂർത്തീകരിക്കണം, കടം തീർക്കണം. കടവ അത്യാവശ്യം. ഈ പ്രദേശത്തിന്റെ കാര്യം നോക്കുമ്പോൾ ഇവിടെയൊക്കെ ആകെ കാട് മൂടിയൊരവസ്ഥയാണുള്ളത്. ഇഴജന്തുക്കൾ ഉൾപ്പെടെ ഇങ്ങോട്ട് കയറി വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ സുരക്ഷിതമായി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടപ്പാടം വേണം എന്നാണ് വിജയമ്മയുടെ ആവശ്യം. സർക്കാർ സംവിധാനങ്ങളോടൊപ്പം സുമനസ്സുകൾ കൂടി കനിയുകയാണെങ്കിൽ ഈ അമ്മയ്ക്ക് അടച്ചുറപ്പുള്ള സുരക്ഷിതമായിട്ടൊരു ഭവനം ഒരുങ്ങും. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് 72-ാം വയസ്സിലും വിജയമ്മയുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിമാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.